Basic models of artificial neural network. So the models of ANN. നമ്മൾ ANNൻ്റെ മോഡൽസിനെ സ്പെസിഫൈ ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 എൻറ്റിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ആർ ദോസ് 3 ബേസിക് എൻറ്റിറ്റീസ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മോഡൽസ് സിനാപ്റ്റിക് ഇൻ്റർകണക്ഷൻസ്. എന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ട്രെയിനിങ് ഓർ ലേണിംഗ് റൂൾസ് അഡോപ്റ്റഡ് ഫോർ അപ്ഡേറ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ കണക്ഷൻ വെയ്റ്റ്സ്. അതായത് ആ ഒരു കണക്ഷൻ വെയ്റ്റ്സിന് നമ്മൾ ഏതൊക്കെ വെയ്റ്റുകൾ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ബൈ ട്രെയിനിങ് ആൻഡ് ലേണിംഗ് റൂൾസ് ഓർ ലേണിംഗ് റൂൾസ് വെച്ചിട്ടാണ്. ആൻഡ് മൂന്നാമത് അവരുടെ ആക്ടിവേഷൻ ഫങ്ഷൻസ് വെച്ചിട്ടാണ്. So the model synaptic interconnections, their activation function, and thirdly the training or the learning rules വെച്ചിട്ടാണ് we adjust the connection weights. Okay, so first one എന്ന് വെച്ചാൽ connections ആണ്. An artificial neural network consists of a set of highly interconnected processing elements. So ഒരു artificial neural network എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒത്തിരി അധികം ന്യൂറോൺസ് കാണും which are highly interconnected to each other. So these neurons are also called as processing elements. So ANN എന്ന് പറയുന്നത് consists of set of interconnected neurons, processing elements. Okay. Each processing elements or neuron output is found to be conducted through weights to other processing elements. So നമ്മൾ ആ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടായിരുന്നു ഓരോ പെർട്ടിക്കുലർ ന്യൂറോണ് വേറൊരു പെർട്ടിക്കുലർ ന്യൂറോണായിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ വെയ്റ്റ്സ് ആണ് അല്ലേ? കണക്റ്റഡ് ത്രൂ വെയ്റ്റ്സ് ഉണ്ടായിരിക്കും, അവർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂറോൺസ് ടു ഫോം ലെയേഴ്സ് ഓഫ് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അങ്ങനെ ലെയർ ഫോം ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂറോൺസ് ടു ഫോം ലെയേഴ്സ് ആൻഡ് കണക്ഷൻ പാറ്റേൺ ഫോം വിത്തിൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഇസ് കോൾഡ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. ആ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് neurons forms the network architecture. Okay, there exist 5 basic types of neuron connection architecture. They are single layer feed forward network. So നമുക്ക് 5 type of neuron connection architectures നമുക്കുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കാം. സോറി. So first one is a single layer feed forward network ആണ്. Consists of only one layer of neurons. അതായത് ഒരു ലെയർ ഓഫ് ന്യൂറോൺസ് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു ലെയർ എന്ന് പറയുമ്പം ഈ X1 Y1 എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ വൺ സിംഗിൾ ലെയർ ആണ്. So consists of one layer of network, a single layer feed forward network. It input goes through the neurons. ആദ്യം ന്യൂറോൺസിലേക്ക് ഇൻപുട്ട് പോകും, എന്നിട്ട് ഔട്ട്പുട്ട് ലെയറിലേക്ക് പോകും. വേർ ഈച്ച് ന്യൂറോൺ യൂസസ് എ ലീനിയർ ഓർ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻ ടു മേക്ക് ആൻ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട്, അതായത് ഉണ്ടാക്കാനായിട്ട് അവരൊരു ആക്ടിവേഷൻ ഫങ്ഷനെ കൂടെ കടന്നുവിടും. ഓക്കെ, ഇറ്റ് ഇസ് എൻ ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഓഫ് എ ന്യൂറോൺ. ഓക്കെ, സോ അപ്പം ലീനിയർ ആയിട്ടോ അല്ലെങ്കിൽ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷനെ കൂടെ കടത്തിവിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. The final output of the network is then made by adding up all the outputs of the neurons. നമുക്ക് അവസാനം കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് ഓഫ് ദി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് is made by adding up all the outputs of the neurons. എല്ലാ ന്യൂറോൺസിൻ്റെയും ഔട്ട്പുട്ട് ആഡപ്പ് ചെയ്തായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, ഇപ്പം X1 X2 വരച്ച് കാണിക്കാം. X1 ഉണ്ട്, X2 ഉണ്ട്, X3 ഉണ്ട്. സോ ഇവിടുന്ന് നമുക്ക് Y1ലേക്ക് Y2 Y3 ഉണ്ട്. സോ X1 Y1 Y2 ഇങ്ങനെ ഓരോ വെയ്റ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യും. സോ ഇവിടെ ആദ്യം ഇൻപുട്സ് വരും, എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെയ്റ്റ്സ് കാണും. സോ അങ്ങനെ ഒരു സിംഗിൾ ലെയർ ഫോം ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് നമുക്ക് ആദ്യം X1 X2 X3 ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റ് എല്ലാം കൂടെ കൊടുത്ത് വിടുമ്പം നമുക്കൊരു സമ്മേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മൾ ആക്ടിവേഷൻ ഫങ്ഷൻ ചെയ്താൽ നമുക്ക് അവസാനം ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഈച്ച് ന്യൂറോൺ ഹാവ് എ ആക്ടിവേഷൻ ഫങ്ഷൻ ഇറ്റ്സ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് സിംഗിൾ ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്.
ഇനി അടുത്തത് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്. സോ ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് hidden layers also. It has one or more hidden layers. So here in this picture I have only shown one hidden layer. So there will be multiple hidden layers, but here I have only shown one single hidden layer. So it has one or more hidden layers in addition to the input and output layers. So input and output layers മാത്രമാണ് വരുന്നതെങ്കിൽ it's a single layer feed forward network. If it is having a hidden layer, then it's a multi-layer feed forward network. Okay. There are many neurons in each layer and their connections are weighted. So there will be many neurons in each of the layer, and avade ellarkum weights കാണും. The data is sent to the input layer which process the non-linear activation functions through the hidden layers. So hidden layers കൂടെ പിന്നെ എന്താണ് കടത്തിവിടും അതായത് നോക്കുക, ഡേറ്റ സെൻഡ് ടു ദ ഇൻപുട്ട് ലെയർ അതായത് ഈ x1 x2ലേക്ക് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ പറഞ്ഞു അതിന് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഉണ്ട്, അങ്ങനെ ആക്ടിവേഷൻ ഫങ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് അവസാനം ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. സോ അപ്പം ആ ഒരു ഇൻപുട്ട് ലെയറിൽ പ്രോസസ്സ് ചെയ്യുന്നത് ചിലപ്പോൾ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻസ് ആയിരിക്കും ത്രൂ ഹിഡൻ ലെയേഴ്സ്. ഓക്കെ, സോ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ആരിൽ കൂടെ പ്രോസസ്സ് ചെയ്യും? ത്രൂ ദി ഹിഡൻ ലെയേഴ്സ്. സോ ഡേറ്റ സെൻഡ് ടു ദ ഇൻപുട്ട് ലെയർ. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ സെൻഡ് ചെയ്യാൻ മാത്രമാണ്. എന്നിട്ട് ആ ഡേറ്റ നമ്മൾ ഹിഡൻ ലെയേഴ്സിലേക്ക് കൊടുക്കുമ്പം അവിടെ പ്രോസസ്സ് ചെയ്യും ആക്ടിവേഷൻ ഫങ്ഷൻ, ആൻഡ് ദേ യൂസസ് നോൺ ലീനിയർ ആക്ടിവേഷൻ ഫങ്ഷൻസ് ത്രൂ ദ ഹിഡൻ ലെയേഴ്സ്. The outputs of the hidden layers are then passed to the output layer which produces the network's output. So ആദ്യം ഇൻപുട്ട് ലെയർ കാണും, ഹിഡൻ ലെയർ കാണും, ആൻഡ് ഔട്ട്പുട്ട് ലെയർ കാണും. സോ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് നോക്കിക്കും. ഓക്കെ, സോ x1 x2 x3 അത് ഇങ്ങനെ കണ്ടോ, 3 എണ്ണത്തിൽ പോവും, ഇത് 3 എണ്ണത്തിൽ പോവും, ഇത് 3 എണ്ണത്തിൽ പോവും, ഇത് 3 എണ്ണത്തിൽ പോവും, ഇത് 3 എണ്ണത്തിൽ പോവും. അങ്ങനെ ഓരോരുത്തരും സ്പെസിഫൈഡ് ആയിട്ടുള്ള വെയ്റ്റ്സും കാണും. The outputs of the hidden layers are then passed to the output layer which produces a network output. Okay, so the non-linear activation function is happening it is happening inside the hidden layer. Next is single node with its own feedback. So we have learned a single layer feed forward network, multiple layer feed forward network, and the next is single node with its own feedback. That means ഒരു ഇൻപുട്ട് ലെയർ കാണും ആൻഡ് ഒരു ഔട്ട്പുട്ട് കാണും. ആ ഔട്ട്പുട്ടിൽ നിന്ന് തന്നെ ഒരു ഫീഡ്ബാക്ക് വന്ന് ആ ഇൻപുട്ടിലേക്ക് കൊടുക്കും. When outputs can be directed back as inputs to the same layer or preceding layer nodes. When output can be directed back as input ആയിട്ട് ഔട്ട്പുട്ട് നമുക്ക് ഡിറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ to the same layer or preceding layer nodes, and it results in feedback networks. ഒന്നെങ്കിൽ ആ ലെയറിലോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലെയറിലോ ഓക്കെ അങ്ങനെ വരുവാണെങ്കിൽ when the output is directed back to the input, that is feedback, right, to the same layer or preceding layer. ഓക്കെ മുമ്പത്തേലുള്ള ലെയറിലോ അല്ലെങ്കിൽ ആ സെയിം ലെയറിലേക്കോ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം. ദ സെയിം ലെയർ ഓർ ദ പ്രിസീഡിങ് ലെയറിലേക്ക് നമ്മൾ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതാണ് സിംഗിൾ നോഡ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. സോ റെക്കറൻറ്റ് നെറ്റ്വർക്ക്സ് ആർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സ് വിത്ത് ക്ലോസ്ഡ് ലൂപ്സ്. സോ നമ്മൾ റെക്കറൻറ്റ് നെറ്റ്വർക്ക്സ് നോക്കുകയാണെങ്കിൽ അവർ ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ്. ഓക്കെ, റെക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതും ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നമ്മൾ റെക്കറൻറ്റ് നെറ്റ്വർക്ക്സിനെ പറ്റിയും പഠിക്കും. സോ ഈ റെക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വിത്ത് എ ക്ലോസ്ഡ് ലൂപ്പ്. ദ ഫിഗർ ഷോസ് എ സിംഗിൾ റെക്കറൻറ്റ് നെറ്റ്വർക്ക് ഹാവിങ് എ സിംഗിൾ ന്യൂറോൺ വിത്ത് എ ഫീഡ്ബാക്ക് ടു ഇറ്റ് സെൽഫ്. അപ്പം ഈ കാണിക്കുന്നതും ഒരു റെക്കറൻറ്റ് നെറ്റ്വർക്കാണ്, ബട്ട് സിംഗിൾ റെക്കറൻറ്റ് നെറ്റ്വർക്ക്. അതൊരു സിംഗിൾ ന്യൂറോൺ ഉണ്ട്, അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു, അതാണ് ഫീഡ്ബാക്ക്. സിംഗിൾ നോഡ് വിത്ത് ഇറ്റ്സ് ഓൺ ഫീഡ്ബാക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സിംഗിൾ ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക്. റെക്കറൻറ്റ് നെറ്റ്വർക്ക് ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ് എന്ന്, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സ് വിത്ത് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പഠിച്ചു കഴിഞ്ഞു. സിംഗിൾ ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക്. This is a single layer network with a feedback connection in which
The processing element's output can be directed back to itself or to another processing element or both. ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലെയർ നെറ്റ്വർക്കാണ്. വിത്ത് ദ ഫീഡ്ബാക്ക്, നമുക്കത് ഫീഡ്ബാക്ക് വരും. കണക്ഷൻ ഇൻ വിച്ച് the processing element's output can be directed back to itself or to another processing element or both. അതായത് ഒരു സിംഗിൾ ലെയർ നെറ്റ്വർക്ക് ഉണ്ട്, അതായത് X1, X2, X3. അതിനൊക്കെ ഫീഡ്ബാക്ക് കണക്ഷൻ വരുന്നു വിച്ച് ദ പ്രോസസ്സിങ് എലമെൻറ്റ്, അതായത് ആ പെർട്ടിക്കുലർ പ്രോസസ്സിങ് എലമെൻറ്റിലേക്ക് ആ ഒരു ഫീഡ്ബാക്ക് വരികയോ അല്ലെങ്കിൽ വേറെ പ്രോസസ്സിങ് എലമെൻറ്റിലേക്ക് ഫീഡ്ബാക്ക് പോകുകയോ ചെയ്യുന്നതാണ് സിംഗിൾ ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കാം. സോ നമുക്കിവിടെ X1, X2, X3 ഉണ്ട്. ആദ്യം നമുക്ക് വെയിറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് Y1, Y2, Y3 ഉണ്ട്. ഇവിടുന്ന് വരുന്ന ഔട്ട്പുട്ട് കൊണ്ട് ആ പെർട്ടിക്കുലർ പ്രോസസ്സിങ് എലമെൻറ്റിനെയോ അല്ലെങ്കിൽ അതർ പ്രോസസ്സിങ് എലമെൻറ്റിലേക്കോ കൊടുക്കുന്നു. ദിസ് ഇസ് സിംഗിൾ ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക്. സോ ഇവിടെ നോക്കാം, ഇവിടുന്ന് വരുന്ന ഔട്ട്പുട്ട് കൊണ്ട് ഇതിൽ കൊടുക്കുന്നു, ഇതിൽ കൊടുക്കുന്നു, ഇതിൽ കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കൊണ്ട് ഇത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. ഓക്കെ, ഫൈൻ, മനസ്സിലായോ? സോ ഫീഡ്ബാക്ക് അങ്ങനെയാണ് ഡിറക്റ്റഡ് ബാക്ക് ടു ഇറ്റ് സെൽഫ് ഓർ അനദർ പ്രോസസ്സിംഗ് എലമെൻറ്റ്. Next is multi-layer recurrent network. That is the fifth one. Multi-layer recurrent network. In this type of network processing element, output can be directed to the processing element. Output വരുന്നത് either to the processing element in the same layer and the preceding layer, forming multi-layer recurrent network. So അതായത് ആ ഒരു ഫീഡ്ബാക്ക് വരുന്നത് ആ ഒരു പ്രോസസ്സിംഗ് എലമെൻറ്റിലും ആ പെർട്ടിക്കുലർ പ്രോസസ്സിംഗ് എലമെൻറ്റിലും വരും, അതിൻ്റെ പ്രിസീഡിങ് ലെയറിലും വരും എന്നാണെങ്കിൽ അതിനാണ് മൾട്ടി ലെയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ദ ഔട്ട്പുട്ട് ക്യാൻ ബി ഡിറക്റ്റഡ് ടു ദ പ്രോസസ്സിംഗ് ലെയർ ആസ് വെൽ ആസ്, അതായത് ആ ഒരു പ്രോസസ്സിംഗ് എലമെൻറ്റിലും വരും, പിന്നെ പ്രിസീഡിങ് പ്രോസസ്സിംഗ് എലമെൻറ്റിലും വരുന്നതിനെയാണ് മൾട്ടി ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് X1, X2, X3, Y1, Y2, Y3, Z1, Z2, Z3. സോ ഇവിടുന്ന് വരുന്ന ഔട്ട്പുട്ട് ഇതിലും വരും, ഇവിടുന്ന് വരുന്ന ഔട്ട്പുട്ട് മനസ്സിലായി? ഇതാണ് മൾട്ടി ലെയർ റെക്കറൻറ്റ് നെറ്റ്വർക്ക്.